കഴിഞ്ഞ ദിവസം 24 ചാനലിലെ അവരുടെ പ്രധാന അവതാരകനായ ശ്രീ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിച്ച ഒരു പരിപാടി വലിയ തോതിലുള്ള ഹെയ്റ്റ് ഇനിയിപ്പോൾ മാത്രമായിരിക്കുകയാണ്. അദ്ദേഹം രാവിലെ അവതരിപ്പിക്കുന്ന ഷോയിൽ ഒരു കാപ്പിയോ ചായയോ കുടിക്കുന്ന മഗ് കയ്യിൽ കരുതി. അപ്പോൾ അത് റമദാൻ കാലത്ത് നിങ്ങൾക്ക് ഈ മഗ് ഒഴിവാക്കിക്കൂടെ എന്ന് ഒരു ഐഡിയിൽ നിന്നൊരാൾ ചോദിച്ച ആൾ ആരാണെന്നറിയില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ ഒഴിവാക്കിയേക്കാം എന്ന് പറയുന്നത് മാറ്റിവെച്ചു. അദ്ദേഹം ഭീഷണിക്ക് വഴങ്ങി. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മട്ടിൽ ഭയങ്കരമായ ഹെയ്റ്റ് അദ്ദേഹത്തിനെതിരെ പ്രചരിക്കുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിലൊക്കെ നേതാക്കന്മാർ പോലും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിധി കവിഞ്ഞ് എന്തൊക്കെയോ തരത്തിലുള്ള വർത്തമാനത്തിലേക്കും പ്രചാരണത്തിലേക്കും അത് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് അഗ്നിയായി പടരുന്നത് എന്ന് നോക്കൂ. അത് വിഷയം സംസാരിക്കാൻ വിചാരിക്കുകയാണ്. അജിംസ് എന്താണ് തോന്നുന്നു ഇത് കാണുമ്പോൾ? എനിക്കത് ഒന്ന് ശ്രീകണ്ഠൻ നായർ നമുക്കറിയാം. അദ്ദേഹം രാവിലത്തെ മോർണിംഗ് ഷോ നടത്തുമ്പോൾ അദ്ദേഹം ഈ യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾ വായിച്ച് അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ യൂട്യൂബ് കമൻറ്റിൻ്റെ ഒരു പ്രശ്നം അത് വളരെയധികം ബോട്ടുകളാണെന്നുള്ളതാണ്. യൂട്യൂബിലെ കമൻറ്റ് നമ്മൾ നോക്കുക, അതായത് ഒട്ടും ലോജിക്കില്ലാതെ ഒരേ കമൻറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം എന്തെങ്കിലും പേരുകളിൽ. അത് മിക്കവാറും ബോട്ടാവാനാണ് സാധ്യത. കാരണം പിന്നെ ബഹുഭൂരിപക്ഷം ശരിയായ പേരുമല്ല, മുഴുവൻ വ്യാജ ഐഡികളാണ്. പിന്നെ നമ്മൾ ഈ മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ കാണുന്ന കാര്യം ഏറ്റവും കൂടുതൽ വിഷം ഛർദ്ദിക്കുന്ന, വർഗീയതയും വെറുപ്പും ഛർദ്ദിക്കുന്നവരാണ്. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരേ മെസ്സേജ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതിൽ ലിമിറ്റ് ഉണ്ടാവും. ചിലർക്ക് സെറ്റ് ചെയ്ത് വയ്ക്കും, ഈ സ്ലോ കമൻറ്റിന് സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് മനസ്സിന് കൊടുക്കുക കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ. ശ്രീകണ്ഠൻ നായർ എങ്ങനെയാണെന്ന് നോക്കാൻ നമുക്കറിയില്ല, എങ്ങനെയാണത് വായിക്കുക എന്നുള്ളത്. കാരണം കുറേ വെറുപ്പ് വായിച്ചിട്ട് വേണമല്ലോ നല്ല കമൻറ്റ് പിക്ക് ചെയ്തെടുക്കാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സാന്നിധ്യം അഭിനന്ദിക്കണം. പക്ഷെ ഒരു കാര്യം, അത് വായിച്ചിട്ട് അതിനോട് റിയാക്ട് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണെന്നതിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം, ഒന്ന്, റമദാൻ മാസത്തിൽ ഒരാൾ ചായ കുടിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം? അത് വെറും കപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ശ്രീകണ്ഠൻ നായർ ചായ കുടിക്കുകയാണെന്നിരിക്കട്ടെ, അത് ആരെയാണ് അലോസരപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഈ കമന്റ് ആള് ചായ കുടിക്കരുതെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, അത് റമദാൻ മാസം അല്ലാതെ മാറ്റിവെച്ചുകൂടെ എന്ന് ചോദിച്ചതാണ്. അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഉറപ്പായും പറയുന്നു അതൊരു സംഘി അജണ്ടയാണ്. കാരണം നമ്മളത് ഒരു 10 വർഷം മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ പൊളിഞ്ഞൊരു തന്ത്രമാണത്. ആ പേര് അബ്ദുള്ള എന്നോ മൈദി എന്ന പേരിടുക, എന്നിട്ട് വന്നിട്ട് ഈ സൈസ് വർത്താനം പറയുക, എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു കമ്മ്യൂണിറ്റി ആക്കാൻ വയ്ക്കുക. ഇതൊരു 10 വർഷം മുമ്പ് പൊളിഞ്ഞ തന്ത്രമാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ യൂട്യൂബ് ചാനലിലാണ്. പല പേരുകളിൽ വന്നിട്ട് സാധനമാണ്. ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കണം. അദ്ദേഹത്തിന് ചിലപ്പോൾ അത് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ കമൻറ്റ് ബോക്സിൽ വരുന്നതൊന്നും യഥാർത്ഥ മനുഷ്യരല്ല, പലതും ബോട്ടുകളാണ്. ഒന്ന്. രണ്ട്, അത് പലതും ഫേക്ക് ഐഡികളിൽ വന്ന ആളുകൾ വിഷം ഛർദ്ദിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഐഡിയകളാണ് എന്ന് അദ്ദേഹം മനസ്സിലാണ്. മൂന്നാമത്തെ കാര്യം, നോമ്പ് കാലത്ത് ഒരാൾ ചായ കുടിക്കുന്നത് കണ്ടു എന്ന് കരുതി ഏതെങ്കിലും നോമ്പുകാരൻ്റെ വികാരം ഉണപ്പെടുകയോ അയാളുടെ നോമ്പ് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ മതവികാരം പൊട്ടിയൊലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഒരു നോമ്പുള്ള ആളുകളുണ്ട്, നോമ്പില്ലാത്ത ആളുകളുണ്ട്. ഒരു ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ പാൻട്രിയിൽ നിന്ന് ആൾക്ക് ചായ വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നില്ല ഇവിടെ. ഞാൻ ഇതുവരെ എൻ്റെ ഇത്ര നാളത്തെ ജീവിതത്തിൽ ഒരു നോമ്പുകാരൻ മറ്റൊരാൾ ഭക്ഷണം കഴിക്കാനായിട്ട് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട്, ആ പ്രശ്നം രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നത് പലതും യാഥാർത്ഥ്യമല്ല എന്നും അതിൽ പലതരം ചതിക്കുഴികളുണ്ടെന്നും ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അത് അദ്ദേഹം തിരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഓക്കെ, ശ്രീകണ്ഠൻ നായർ എന്തിനാണത് ഞാൻ ഒഴിവാക്കിയേക്കാം എന്ന് പറഞ്ഞത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഇപ്പം നടക്കുന്ന ക്യാമ്പയിൻ, ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മാത്രമല്ല, നമ്മുടെ പഴയ പോലീസ് ചീഫ് ഇതിൽ രംഗത്ത് കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന എന്തുമായിട്ട് അറിയുമോ ജെയിംസ്? ഇതൊന്നുമല്ല വിഷയം. ശ്രീകണ്ഠൻ നായർ ചായ കുടി നിർത്തിയതല്ല പ്രശ്നം. ഇവരാണ് ബീഫിൻ്റെ പേരിൽ വലിയ ജനാധിപത്യ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ബീഫുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ വരുമ്പം എപ്പോഴും നോമ്പ് അതിലേക്ക് വരിക, പോർക്ക് അതിലേക്ക് വരിക, ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക്, ബീഫുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ഇവർക്ക് അറിയാത്തതാണോ അല്ലെങ്കിൽ അറിയാത്തതായിട്ട് നടിക്കുകയാണോ തെറ്റിദ്ധരിപ്പിക്കുകയാണോ, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബീഫുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടെ ആളുകൾ ബീഫ് കഴിക്കുന്നതോ കഴിക്കാത്തതോ ഒന്നുമല്ല. ബീഫ് കഴിക്കുന്നു എന്ന പേരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ തല്ലിക്കൊല്ലുന്നു എന്നുള്ളതാണ്. ഇത് മറ്റേതെങ്കിലും കാര്യത്തിലുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ബീഫ് ഫെസ്റ്റിവൽ, DYFI കേരളത്തിൽ ആദ്യമായിട്ട് ബീഫ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ പോർക്ക് ഫെസ്റ്റിവൽ നടത്തുമെന്ന് ചോദിച്ച ആരാന്നറിയോ? ഇടതുപക്ഷ സൈദ്ധാന്തിക വിഹായസിലെ രക്തനക്ഷത്രമായ സാക്ഷാൽ ഹമീദ് ചേന്നാങ്കല്ലൂരാണ്. അന്ന് മലയാളം വാരികയിൽ നിങ്ങൾ ഈ പന്നിയിറച്ചി ഫെസ്റ്റിവൽ നടത്തുമെന്ന് ചോദിച്ച് ലേഖനം എഴുതിയത്.
നമുക്കത് തമ്മിൽ എന്ത് താരതമ്യമാണുള്ളത്? ഇവിടെ പന്നി ഇറച്ചി കഴിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ തല്ലിക്കൊല്ലപ്പെട്ടു പോട്ടെ, ഏതെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടത്, ഏതെങ്കിലും ഒരാൾക്ക് പന്നി ഇറച്ചി ഇവിടെ കഴിക്കാൻ പാടില്ല എന്ന വിലക്ക് പറയപ്പെട്ടതിൻ്റെ ഒരു ഉദാഹരണം കേരളത്തിൽ പോട്ടെ ലോകത്ത് എവിടെയും കാണാൻ പറ്റുമെന്ന്? പന്നി ഇറച്ചി മുസ്ലിങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ള വാസ്തവമാണ്. ഓക്കെ, പന്നി ഇറച്ചി മുസ്ലിങ്ങൾ കഴിക്കാതെ പന്നി ഞങ്ങളുടെ ബാപ്പയാണ്, മാതാവാണ്, അല്ലെങ്കിൽ പിതാവാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല. പന്നി ഇറച്ചി ഹറാമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം വേറെ ആരും പന്നിയെ കൊല്ലാനോ അറക്കാനോ പന്നി ഇറച്ചി തിന്നാനോ പാടില്ല. ഒരു ദിവസം ഇവിടെയുള്ള എല്ലാവരും 3 നേരവും പന്നി ഇറച്ചി തിന്നു വിചാരിക്കുക. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഒരു മുസ്ലിം പന്നി ഇറച്ചിയുമുള്ള അവൻ്റെ ബന്ധം എന്താണ്? ഞാനത് കഴിക്കില്ല എന്നുള്ള മാത്രമാണ്. അല്ലാതെ പന്നി എന്താണ് ഗോമാതാവ് എന്ന് പറയുന്നത് പോലെ എന്താണ് വരാഹ മാതാവ് അല്ലെ വരാഹ പിതാവ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതൊരു പുണ്യമൃഗമാണ്, അതിനെ അറക്കാൻ പാടില്ല, ആരും അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതിൻ്റെ ഭക്ഷണം അതിൻ്റെ ഇറച്ചി വിൽക്കാൻ പാടില്ല എന്ന നിലപാടില്ല. അപ്പം ഈ ഗോമാംസത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നതിനെതിരെ ഉണ്ടാകുന്ന ജനാധിപത്യപരമായിട്ടുള്ള വിമർശനങ്ങളെ വളരെ പെട്ടെന്നൊരു റോങ് പാരലൽ കൊണ്ടുവരികയാണ്. തെറ്റായൊരു സമാന്തരം കൊണ്ടുവന്നിട്ട് അതിനെ മറികടക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ ഉള്ളൊരു ശ്രമം നടക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദിക്കാർ മാത്രമല്ല എന്നുള്ളതാണ്, ഈ ലെഫ്റ്റ് ലിബറലുകൾ പോലും ഈ ചോദ്യമായിട്ട് വരുന്നുള്ളതാണ്. അതുകൊണ്ട് ഹമീദ് ചന്ദമംഗലൂരിനെ പോലത്തെ കേരളത്തിലെ CPM-ൻ്റെ തന്നെ മുഖമായിട്ടുള്ളൊരു ബുദ്ധിജീവി നിങ്ങൾ പോർക്ക് ഫെസ്റ്റിവൽ നടത്തുമെന്ന് ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. ഇത് തന്നെയാണ് ശ്രീകണ്ഠൻ നായർ. അയാൾ ചായ ഒഴിവാക്കുന്ന, എന്തിനാ അയാൾ ചായ ഒഴിവാക്കി, അല്ലെങ്കിൽ ചായക്കപ്പ് ഒഴിവാക്കി? അത് അനാവശ്യമായൊരു കാര്യം. അപ്പോൾ ആ ഒരു വിഷയത്തെ മുൻനിർത്തി അതിനെ പെട്ടെന്ന് ഈ ഗോരക്ഷാ ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവുമായിട്ട് അതിനെ സമീകരിക്കുകയാണ്. ഇത് എന്താണ് ഈ പറയുന്ന ഇതിൻ്റെ പശുവിറച്ചിയുടെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടാക്കുന്ന മതേതരവാദികൾ എവിടെ എന്നാണ് ഈ പോലീസ് ഓഫീസർ ചോദിക്കുന്നത്, ഈ മുൻ DGP ചോദിക്കുന്നത്, ഹിന്ദു ഐക്യവേദി ചോദിക്കുന്നത്. അത് നമ്മൾ എന്ത് താരതമ്യമാണുള്ളത്? ഇതേപോലെ തന്നെയാണ് ഇതേപോലെയുള്ള ഒരു റോങ് പാരലാണ് നോമ്പുമായി ബന്ധപ്പെട്ട്. നോമ്പിന് സർബത്ത് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഹോട്ടലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ വിഷയം. നോമ്പിന് മലപ്പുറത്ത് മലബാറിൽ ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നടത്തുന്ന ഹോട്ടലുകൾ ഉണ്ട്. ഇനി ഒരു മുസ്ലിമിന് നോമ്പിന് ഹോട്ടൽ നടത്താൻ പാടില്ല എന്നില്ല, പക്ഷെ സാമാന്യമായി നടത്തില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? ബിസിനസ് കിട്ടില്ലെന്നേ. ഇവിടെ ഹോട്ടൽ തുറന്നു വെച്ച് അവിടുത്തെ ഫാന് കറങ്ങും, ലൈറ്റ് കത്തും, അവിടെ ജോലിക്കാരുണ്ടാവും, അവർക്ക് അതിൻ്റെ ചിലവും അവിടെ വന്ന് ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന വരവും വെച്ച് നോക്കിയാൽ ബിസിനസ് നടക്കില്ല. എന്ന് മാത്രമല്ല പലയിടത്തും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ ഹോട്ടൽ നോമ്പിന് നടത്തുന്നില്ല. കാരണം എന്താണ്? ആ പ്രദേശത്ത് മഹാഭൂരിപക്ഷവും നോമ്പെടുക്കുന്ന ആളുകളായിരിക്കും, നോമ്പിന് ബിസിനസ് കിട്ടില്ല. വളരെ ലളിതമായൊരു സാമ്പത്തിക ശാസ്ത്രമാണത്. പക്ഷേ അതിനെ എന്തുമായിട്ട് സമീകരിക്കുകയാണ്? ഈ പശുവിറച്ചിയുടെ പേരിൽ ആളുകൾ തല്ലിക്കൊല്ലുന്നതുമായിട്ട് സമീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോങ് പാരലൽസ്, തെറ്റായ സമീകരണങ്ങൾ എടുത്തിട്ട് ഇന്ത്യയിൽ നടക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ശ്രീകണ്ഠൻ നായർ പോലത്തെ ഒരാൾ, അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നാളെ മുതൽ നിങ്ങൾ 2 കൈയിലും ചായക്കപ്പുമായിട്ട് വരണം, ദയവ് ചെയ്ത്. അതുകൊണ്ട് ഈ ചാണക സംഖികൾ ആളുകൾക്ക് വിഷം കുടിപ്പിക്കുമ്പോൾ അങ്ങ് 2 കപ്പിൽ ചായ കുടിച്ച് ഈ പ്രചാരണത്തെ പ്രതിരോധിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.